ചാണക്യൻ എന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ കൗശലം കണ്ട് അദ്ദേഹം ഞെട്ടുമായിരുന്നു. പാർലമെന്റിന്റെ ചുവരുകൾക്കുള്ളിൽ പ്രിയങ്ക ഗാന്ധി ഉയർത്തിയ ഈ വാക്കുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ തരംഗമാണ്. गृहमंत्री जी हंस रहे हैं. पूरी योजना बना रखी है. चाणक्य आज अगर जिंदा होते तो वो भी चौंक जाते आपकी राजनीतिक कुटिलता में. ആഭ്യന്തരമന്ത്രി അമിത്ഷായെ നോക്കി പ്രിയങ്ക നടത്തിയ ഈ പരിഹാസത്തിന് പിന്നിൽ വലിയൊരു രാഷ്ട്രീയ സത്യമുണ്ട്. പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടക്കുന്ന വനിതാ സംവരണ ബിൽ പെട്ടെന്ന് പൊടിതട്ടിയെടുക്കുമ്പോൾ അത് സ്ത്രീകളോടുള്ള സ്നേഹം കൊണ്ടാണോ അതോ വരാനിരിക്കുന്ന 2029 തിരഞ്ഞെടുപ്പിലെ അധികാരം ഉറപ്പിക്കാനാണോ? ഈ ചോദ്യമാണ് ഇന്ന് രാജ്യം ചോദിക്കുന്നത്. സ്ത്രീകൾക്ക് 33% അധികാരം നൽകുക എന്ന സുന്ദരമായ ലക്ഷ്യത്തിനപ്പുറം സങ്കീർണമായ ചില രാഷ്ട്രീയ കണക്കുകളിലേക്കാണ് ഈ ബിൽ വഴി തുറക്കുന്നത്. പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് ഈ സംവരണം ഇപ്പോൾ നടപ്പിലാക്കുന്നില്ല? നിലവിലുള്ള 543 ലോക്സഭാ സീറ്റുകളിൽ ഉടൻ തന്നെ സംവരണം നടപ്പിലാക്കാൻ ഒരു തടസ്സവുമില്ല. എന്നാൽ സർക്കാർ പറയുന്നത് മണ്ഡല പുനർനിർണയം കഴിഞ്ഞാലേ ഇത് നടപ്പാക്കൂ എന്നാണ്. 2011 സെൻസസിനെ അടിസ്ഥാനമാക്കിയാണ് മോദി മണ്ഡല പുനർനിർണയം നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതായത് 25 കൊല്ലം മുന്നേയുള്ള ഡാറ്റ വച്ചാവും പുതിയ മണ്ഡലങ്ങൾ നിശ്ചയിക്കപ്പെടുക. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 850 വർദ്ധിപ്പിക്കാനാണ് സർക്കാരിന്റെ നീക്കം. ഇത് പ്രത്യക്ഷത്തിൽ നല്ലതെന്ന് തോന്നാമെങ്കിലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഇതൊരു വലിയ ഭീഷണിയാണ്. ജനസംഖ്യാ നിയന്ത്രണം വിജയകരമായി നടപ്പാക്കിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് മണ്ഡല പുനർനിർണയത്തിലൂടെ പാർലമെന്റിലെ പ്രാതിനിധ്യം നഷ്ടപ്പെടും. ഇത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകാനും BJPയുടെ വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കുകയും ചെയ്യും. നാരിശക്തി എന്ന പേരിൽ സ്ത്രീകളെ കബളിപ്പിക്കുമ്പോൾ തന്നെ രാജ്യത്തിന്റെ അഖണ്ഡതയെയും ജനാധിപത്യത്തെയും കീറിമുറിക്കാനാണ് കേന്ദ്ര നീക്കമെന്ന വിമർശനവും ശക്തമാണ്. മറ്റൊരു പ്രധാന തർക്ക വിഷയം പിന്നാക്ക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യമാണ്. വനിതാ സംവരണത്തിനകത്ത് OBC മുസ്ലിം വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് പ്രത്യേകം സംവരണം വേണമെന്നാണ് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ആവശ്യപ്പെടുന്നത്. ആരെയും മാറ്റി നിർത്താനാകാത്ത ജനാധിപത്യം വേണമെങ്കിൽ പിന്നാക്ക വിഭാഗങ്ങൾക്ക് കൃത്യമായ വിഹിതം ലഭിക്കണം. എന്നാൽ BJP ഈ ആവശ്യത്തോട് മുഖം തിരിക്കുകയാണ്. ഒരു വശത്ത് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മറുവശത്ത് OBC വിഭാഗത്തിന്റെ അവകാശങ്ങൾ കവർന്നെടുക്കുകയാണ് സർക്കാർ. ചുരുക്കത്തിൽ ഇതിലൂടെ മോദി സർക്കാർ ലക്ഷ്യം വെക്കുന്നത് സ്ത്രീകളുടെ ഉന്നമനമല്ല, മറിച്ച് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെ ക്രൂരമായ മേധാവിത്വം മാത്രമാണ്.